അങ്ങനെയൊന്നും പറയാൻ മാത്രം ഇതൊന്നും എനിക്കില്ല സാർ. ഞാൻ ഇപ്പം ഇതുവരെ പറയുന്ന എൻ്റെ അനുഭവത്തിൽ നിന്നാണ്. കാരണം നമ്മളെ കുട്ടികൾ ആണായാലും പെണ്ണായാലും ഒരു സമൂഹത്തിന് ബാധ്യതയാവുന്ന ഒരു തെറ്റ് ചെയ്യുമ്പോൾ അത് ഏറ്റവും അവസാനം അറിയുന്ന വ്യക്തി നമ്മളായിരിക്കും. നമ്മളെ നാട്ടുകാർ, അയൽവാസികൾ, കുടുംബക്കാർ, എന്തിനേറെ നമ്മളെ വീട്ടുകാർ തന്നെ അറിഞ്ഞാലും നമ്മളോട് പറയൂല. അതിന് 2-3 കാരണങ്ങളായിരിക്കും. ഒന്നാമത്, ഞാനിപ്പോൾ ഓളോട് അങ്ങനെ പറഞ്ഞാൽ ഓളെന്ത് വിചാരിക്കും, ഓളെ മോനെ പറ്റി പറഞ്ഞാലേ മോളെ പറ്റി പറഞ്ഞാലേ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. വേറൊരു കൂട്ടരെ ഓരോ പടയോ ഓരെന്തേ ആയിക്കോട്ടെ, നമുക്ക് നമ്മളെ മക്കളെ കാര്യം നോക്കിയാൽ പോരെ എന്ന് ചിന്തിക്കുന്ന രണ്ടൊരു കൂട്ടർ. ഈ ഏറ്റവും കുറഞ്ഞ ആൾക്കാരുണ്ടാവും, വിരലിലെണ്ണാവുന്ന ആൾക്കാർ. എന്താ, അവൾക്ക് അങ്ങനെ തന്നെ വേണം, ലേശം വമ്പത്ര വെക്കുക, അങ്ങനെ തന്നെ, അങ്ങനെ ചിന്തിക്കുന്ന ചുരുക്കം ചില ആളുകളുണ്ടാവും. ഇത് ഏത് വിധത്തിലായാലും ഏറ്റവും അവസാനമായിരിക്കും നമ്മളറിയാം നമ്മളെ കുട്ടികളെ കുറ്റം, നമ്മളെ കുട്ടികൾ ഇങ്ങനെയാണ്. അപ്പോഴേക്കും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടാവും. എനിക്കിതേ പറയാനുള്ളൂ. ഏതൊരു കുട്ടികളായാലും ഇങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുന്നതായിട്ടോ, എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്യുന്നതായിട്ടോ, ഈ കളവ് കേസോ എന്തെങ്കിലും ചെയ്യുന്നതായിട്ടോ നമ്മളെ ശ്രദ്ധപ്പെട്ടാൽ അത് നമ്മൾ അറിയുന്ന ഫാമിലി ആണെങ്കിൽ ഓരെ ഒന്ന് അറിയിക്കുക. എനിക്ക് അതേ പറയാനുള്ളൂ. എനിക്ക് എൻ്റെ അനുഭവമാണ് പറയുന്നത്. ഒരിക്കലും ഒരാളും ഞങ്ങളോട് പറഞ്ഞിരുന്നില്ല. ഞങ്ങളെ കുടുംബത്തിലുള്ള ആളുകൾ തന്നെ അറിഞ്ഞിട്ടും നിങ്ങളെ മോൻ ഇങ്ങനെയാണ്, നിങ്ങളെ മോൻ ഇങ്ങനത്തെ ഒരു തകരാറുണ്ട് എന്ന് ഞങ്ങളോട് ആരും പറഞ്ഞിരുന്നില്ല. പറഞ്ഞിരുന്നെങ്കിൽ, കുറച്ചുകൂടി മുമ്പേ അറിഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയെന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു. നമസ്കാരം. ഇന്ന് ഭാരതത്തെയും കേരളത്തെയും, ഒരു വേള ലോകത്തെ തന്നെയും ഏറ്റവും കൂടുതൽ നാശത്തിലേക്ക് നയിക്കുന്നതാണ് ലഹരി, പ്രത്യേകിച്ച് രാസലഹരി. ഈ തലമുറ എങ്ങനെയാണ് ലഹരിയുടെ കരാളഹസ്തങ്ങളിൽ ഇത്രയധികം അകപ്പെട്ടു പോയത് എന്നുള്ളത് അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് വലിയ വലിയ മാഫിയകളാണ് ഇതിൻ്റെ പുറകിലുള്ളത് എന്നുള്ളത്. ഓരോ വീട്ടിലെയും ഓരോ കുട്ടിയെയും ലക്ഷ്യം വെച്ച് തന്നെയാണ് ലഹരി മാഫിയ പ്രവർത്തിക്കുന്നത്. മക്കളെ കലാലയങ്ങളിലേക്കും കലാശാലകളിലേക്കുമെല്ലാം പറഞ്ഞയക്കുമ്പോൾ നല്ലൊരു ഭാവി അവർക്കുണ്ടാകണം എന്ന് കണക്കാക്കി തന്നെയാണ് ഓരോ രക്ഷകർത്താവും അവരെ അത്തരത്തിൽ പറഞ്ഞു വിടുന്നത്. എന്നാൽ മക്കൾ കലാലയങ്ങളിലും കലാശാലകളിലും ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്നു എന്നുള്ള ദുരന്തമാണ് ഇപ്പോൾ ഓരോ മാതാപിതാക്കളെയും ഞെട്ടിക്കുന്നത്. ഇത് തന്നെയാണ് കേരളത്തെ കാത്തിരിക്കുന്ന മഹാദുരന്തവും എന്ന് തന്നെയാണ് പല സംഭവങ്ങളും വിളിച്ചോതുന്നത്. കോഴിക്കോട് ഏലത്തൂരിൽ ലഹരിക്ക് അടിമയായ രാഹുൽ എന്ന് പറഞ്ഞ തൻ്റെ മകനെ പോലീസിന് പിടിച്ചുകൊടുത്ത മിനി എന്ന വീട്ടമ്മയുടെ കഥ നമ്മൾ കുറച്ച് നാളുകൾക്ക് മുൻപ് കേട്ടിട്ടുണ്ടായിരുന്നു. രാഹുൽ ലഹരി കേസിൽ പിടിക്കപ്പെട്ട് കുറച്ചു നാൾ ജയിലിൽ തന്നെ കഴിയുകയായിരുന്നു. പിന്നീട് ജയിൽ മോചിതനായി എത്തിയതിനു ശേഷവും ലഹരിയുടെ പിടിയിലകപ്പെട്ടു. തൻ്റെ വീട്ടുകാരെയും തൻ്റെ ബന്ധുക്കളെയും എല്ലാം കൊല്ലും എന്നുവരെ രാഹുൽ ഭീഷണി മുഴക്കി. നാട്ടിൽ ഇന്ന് ലഹരി ഉപയോഗത്തെ തുടർന്നുണ്ടാകുന്ന അപകടങ്ങളും അക്രമങ്ങളും കണ്ട് മനസ്സുമടുത്ത, അല്ലെങ്കിൽ അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് രാഹുലിൻ്റെ അമ്മ മിനി രാഹുലിനെ ഡി അഡിക്ഷൻ സെന്ററിൽ ഏൽപ്പിക്കുന്നതിന് വേണ്ടി പോലീസിനെ വിളിച്ച് ഏൽപ്പിക്കുകയായിരുന്നു. സാധാരണ മക്കൾ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന അമ്മമാർക്ക് ഒരു അപവാദം തന്നെയാണ് മിനിയുടെ ഈ പ്രവൃത്തി. അത്തരം അമ്മമാർക്ക് ഒരു മാതൃക തന്നെയാണ് മിനിയുടെ ഈ പ്രവൃത്തി. മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റിൽ നിന്ന് തിരുത്തി അവരെ നേർവഴിക്ക് നടത്തുവാൻ വേണ്ടിയുള്ള പ്രയത്നങ്ങൾ ഒരുപക്ഷെ അവരുടെ ഭാവിയെ ബാധിച്ചേക്കാം എന്ന് കണക്കാക്കി പലരും മിണ്ടാതിരിക്കുന്നു. എന്നാൽ അത് കൂടുതൽ വലിയ ദുരന്തങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. ഇവിടെയാണ് കോഴിക്കോട് ഏലത്തൂർ എന്ന പ്രദേശത്തെ മിനി എന്ന വീട്ടമ്മ തൻ്റെ മകനായ രാഹുലിനെ പോലീസിന് പിടിച്ചു കൊടുത്തുകൊണ്ട് യഥാർത്ഥ മാതൃക കാണിച്ചിരിക്കുന്നു. രാഹുലിനെ ഡി അഡിക്ഷൻ സെന്ററിൽ പ്രവേശിപ്പിച്ചുകൊണ്ട് അവന് വീണ്ടും ലഹരി വിമുക്തി നേടി ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാനുള്ള അവസരം സൃഷ്ടിച്ചിരിക്കുന്നു. കേരളത്തിൽ ലഹരി ഉപയോഗിക്കുന്ന എല്ലാ മക്കളുടെയും അമ്മമാർ ഇത് കാണേണ്ടതാണ്. അങ്ങനെ ഏതെങ്കിലും കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മാതാപിതാക്കൾ ഒരു കാരണവശാലും അത് സമൂഹത്തിൻ്റെ മുന്നിൽ നിന്ന് മറച്ചു വയ്ക്കരുത്. അന്വേഷണ ഉദ്യോഗസ്ഥരെ കൃത്യമായി തന്നെ വിവരം അറിയിക്കുകയാണെങ്കിൽ കൃത്യസമയത്ത് ഇടപെടലുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെ ലഹരിയുടെ പിടിയിൽ നിന്ന് നമുക്ക് മോചിപ്പിക്കാൻ സാധിക്കും, ലഹരി വിമുക്തി വരുത്തുവാൻ സാധിക്കും. എന്തായാലും രാഹുലിൻ്റെ അമ്മ മിനി ചെയ്തത് വലിയൊരു കാര്യം തന്നെയാണ്. രാഹുലിൻ്റെ ലഹരി ഉപയോഗവും ലഹരിയെ തുടർന്ന് രാഹുൽ എങ്ങനെയാണ് മാറി മറ്റൊരാളായി തീർന്നതെന്നും രാഹുലിനെ എന്തുകൊണ്ടാണ് പോലീസിന് പിടിച്ചു കൊടുത്ത് ഡി അഡിക്ഷൻ സെന്ററിൽ ഏൽപ്പിക്കാൻ വേണ്ടി തുനിഞ്ഞത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഒരു മാധ്യമവുമായി മിനി വളരെ ദീർഘനേരം സംസാരിക്കുകയുണ്ടായി. മിനി മാധ്യമവുമായി സംസാരിച്ചതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഞാനും ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ തെറ്റും മറച്ചു വെക്കാൻ തന്നെയാണ് ആദ്യമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഈ ഒരു സമയത്ത് അവൻ കൊല്ലും എന്നുള്ളൊരു ഭീഷണി വന്നപ്പോഴാണ് എനിക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ ആയത്. എന്നുവെച്ചാൽ എനിക്ക് തോന്നി ഈ വീണ്ടും ഇത്രയൊക്കെ കാലം ജയിലിൽ കിടന്ന് വന്നിട്ടും ഇപ്പോഴും ഓന് ഇങ്ങനെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട്, മാരകമായിട്ടുള്ള സാധനം തന്നെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് തോന്നി. അപ്പം ഇനി ഓൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യും എന്നൊരു പേടി കൊണ്ടാണ് ഞാൻ ഇന്നലെ പോലീസിനെ വിളിച്ചത്.
രാഹുൽ ഇപ്പോൾ ഒരു കേസിൽ പുറത്തിറങ്ങിയതേ ഉള്ളൂ അല്ലേ? ആ അതെ, പുറത്തിറങ്ങിയിട്ട് ഒരു വർഷമായി. കഴിഞ്ഞ 2024 ഏപ്രിൽ 17-നാണ് അത് ഞങ്ങൾ തന്നെയാണ് പുറത്തിറക്കിയത്. അതിനുശേഷം മിനിക്കും മിനിയുടെ അമ്മയ്ക്കും, അതായത് അമ്മയ്ക്കും മുത്തശ്ശിക്കും ഒക്കെ രാഹുലിൽ നിന്ന് ഈ ലഹരിയുടെ സ്വാധീനത്തിലുള്ള ഭീഷണി ഉണ്ടായിരുന്നോ? അമ്മയ്ക്കൊരു പ്രശ്നമില്ല. അമ്മ ഇപ്പോൾ 2 ദിവസമായിട്ട് 4 ദിവസമായിട്ടുള്ള അമ്മ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട്, എനിക്ക് സുഖമില്ലാത്തതിനെ കൊണ്ട് വന്നതാണ്. അതിനുശേഷം അവനിവിടെ വീട്ടിലില്ലായിരുന്നു. എറണാകുളത്ത് ജോലിക്ക് പോകാന്ന് പറഞ്ഞ് പോയതാണ്. പിന്നെ അവനെ പറ്റി ഒരു വിവരവും ഇല്ലായിരുന്നു. പിന്നെ വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു വന്നത് ഈ കഴിഞ്ഞ ഡിസംബർ 26-ാം തീയതിയാണ് തിരിച്ചു വന്നത്. അതിനുശേഷം തിരിച്ചു വന്നിട്ട് വീട്ടിൽ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ജനുവരി ഒരു 10-15 ആയപ്പോഴാണ് പിന്നെ കുറച്ച് അവൻ്റെ രീതിയിലൊക്കെ മാറ്റങ്ങൾ തുടങ്ങിയത്. ഭീഷണിയൊക്കെ, അങ്ങനെ പൈസ ചോദിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ ദേഷ്യം പിടിക്കുക, കൈ കിട്ടുന്നതൊക്കെ എടുത്തെറിയുക. അപ്പം ഞാൻ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞാൽ പോലെ അപ്പോൾ ആത്മഹത്യാ ഭീഷണിയാണ്. എന്നിട്ട് പറയൂ നിങ്ങൾ ചെയ്താന്ന് പറയും പോലീസിനോട് എന്ന്. അങ്ങനെ അപ്പം പിന്നെ ഞാൻ മിണ്ടാതിരിക്കും, പേടിച്ചിട്ട് തന്നെ ഇരിക്കും. കാരണം ഞാൻ ചെയ്തു എന്ന് പറഞ്ഞാൽ അതും പുറത്തുള്ളവർ വിശ്വസിക്കല്ലോ, അങ്ങനെ വിചാരിച്ചിട്ട്. പിന്നെ ഇപ്പോൾ ഈ കൊല്ലുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞപ്പം പിന്നെ എനിക്ക് എന്തും വരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പോലീസിനെ വിളിച്ചതാണ്. ഈ പോലീസ് വന്നപ്പോഴും കഴുത്തിൽ ബ്ലേഡ് വെച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കി പോലീസിനെയും കുറച്ചു നേരം ആശയക്കുഴപ്പത്തിലാക്കി അല്ലേ? ആ ഉണ്ട്, അങ്ങനെ തന്നെ ചെയ്തു. എന്താണ് ഈ രാഹുലിന് ഇങ്ങനെ ലഹരിയുടെ ഗ്യാങ്ങിൽ പെട്ടുപോയതാണോ? ചെറുപ്പത്തിൽ അങ്ങനെ ആയിരുന്നോ? എന്ന് മുതലാണ് ഈ പ്രശ്നം കണ്ടു തുടങ്ങിയത്? ചെറുപ്പത്തിൽ വെച്ചാൽ ഇതെപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചതെന്നൊന്നും കറക്റ്റായിട്ട് അറിയില്ല. കാരണം അവൻ തന്നെ പറയുന്നത് 13 വയസ്സ് തൊട്ട് ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ അറിയുന്നില്ല. ഒരു 18-19 വയസ്സൊക്കെ ആകുമ്പോഴാണ് ഇവൻ കുറച്ചെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി തുടങ്ങുന്നത്. പിന്നെ പല രീതിയിലും ചികിത്സിക്കാനൊക്കെ നോക്കി. ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോവേ, പിന്നെ പേഴ്സണലായിട്ട് ഡോക്ടറെ ഇക്ര ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട്, പിന്നെ ചാലപ്പുറത്തുള്ള ഒരു ഡോക്ടറെ വീട്ടിൽ അവിടെ അങ്ങനെ കാണിച്ചിട്ടൊക്കെ ഒരുപാട് മരുന്നൊക്കെ അവൻ കുടിച്ച് അവൻ നിർത്തിയതുമാണ്. പിന്നെ നിർത്തിക്കഴിഞ്ഞാലും അപ്പോഴൊക്കെ നിർത്തണം എന്നുള്ളൊരു മനസ്സ് അവനുണ്ടായിരുന്നു. പക്ഷെ നിർത്തിക്കഴിഞ്ഞാലും പുറത്ത് പോയി കഴിഞ്ഞാൽ, പിന്നെ ഈ കോണ്ടാക്റ്റിലുള്ള ആളുകളായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഓന് കിട്ടിക്കഴിഞ്ഞാൽ ഉപയോഗിക്കും. അപ്പോൾ പിന്നെ ഓനാകെ മാറി. പിന്നെ ഒരുപാട് നമ്മൾ ബുദ്ധിമുട്ടി ഈ ചെയ്തതൊക്കെ ഒരൊറ്റ നിമിഷം കൊണ്ട് പോകും. അങ്ങനെയാണ്. അതായത് ചെറുപ്രായത്തിൽ ഈ കഞ്ചാവ് വലിച്ച് തുടങ്ങിയ ശീലമാണ്, പിന്നെ അത് മാരക ലഹരിയിലേക്ക് മാറി. പലതവണ ഡി അഡിക്ഷൻ നടത്തിയിട്ടും പുറത്തുള്ള ഈ കൂട്ടുകാർ എങ്ങനെയെങ്കിലും ഇത് കൊടുക്കും, പിന്നെ ആ വലയത്തിൽ തന്നെ ചെന്നുപെടും. അതെ, അങ്ങനെ തന്നെയാണ്. ഈ ക്രിമിനൽ കേസുകളിലൊക്കെ പ്രതിയായത് ഈ ലഹരി ഉപയോഗിച്ചു തുടങ്ങിയതിന് ശേഷമാണ് അല്ലേ? ഒരുപാട് കേസുകളുണ്ടെന്ന് തോന്നുന്നു രാഹുലിന്. ആ അതെ, ഒരുപാട് കേസ് എന്ന് പറഞ്ഞാൽ ഒരു 2.5-3 വർഷത്തിൻ്റെ ഇങ്ങോട്ടാണ് ഈ കേസുകൾ, 4 വർഷത്തിൻ്റെ ഇങ്ങോട്ടാണ് ഈ കേസുകൾ മൊത്തം ഉണ്ടായത്. അതിൻ്റെ മുമ്പ് ഒരു കേസും ഇല്ല, ഒരു പെറ്റി കേസ് പോലും ഉണ്ടായിരുന്നില്ല. രാഹുൽ വിവാഹം കഴിച്ചില്ലേ? ആ, വിവാഹം കഴിച്ചു. ഒരു കുട്ടിയുണ്ട്, 2 വയസ്സുള്ള. അവരുടെ സ്ഥിതി എന്താണ്? അവൾക്ക് കുഴപ്പമൊന്നുമില്ല. അവളെ വീട്ടിലാണുള്ളത്. അവളിപ്പം ഇവിടുന്ന് പോയിട്ടൊരു മോനുണ്ടായി ഒരു 2 മാസം ആകുമ്പോൾ അവിടുന്ന് പോയത്. അതിനുശേഷം ഇവിടെ വരലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം പിന്നെ അവൾ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇപ്പോൾ നിലവിലിപ്പോൾ അവള് ഡിവോഴ്സിന് കേസ് കൊടുത്തിരിക്കുകയാണ്. മിനി, ഇതുവരെ രാഹുൽ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളിലൊക്കെ രാഹുലിനെ ജാമ്യത്തിൽ ഇറക്കാനും നിയമസഹായം നൽകാനും ഒക്കെ മിനിയും രാഹുലിന്റെ വീട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ രാഹുൽ ഒരു സ്വന്തം അമ്മയെ പോലും തിരിച്ചറിയാതെ ഒരു കുറ്റകൃത്യം ചെയ്യാൻ മടിക്കാത്ത, വധഭീഷണി മുഴക്കുന്ന, ലഹരിക്ക് അടിമപ്പെട്ട ഒരാളായി കഴിഞ്ഞപ്പോൾ മിനി തന്നെയാണ് ഇപ്പോൾ പോലീസിന് പിടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. ഇനിയും മകൻ പൂർണ്ണമായും തിരുത്തപ്പെടാതെ, ലഹരിയുടെ സ്വാധീനത്തിൽ നിന്നും കുറ്റകൃത്യങ്ങളിൽ നിന്നൊക്കെ മാറാതെ മിനിക്ക് ആ മകനെ ഇറക്കിക്കൊണ്ടുവരണമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല സാർ, ഇല്ലേ. എനിക്ക് അങ്ങനെ ഇറക്കാൻ തോന്നൂല. കാരണം ഇങ്ങനെ തന്നെയാണ് ഞാൻ ഓരോ പ്രാവശ്യം അവൻ കുടുങ്ങുമ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയാണ് വിചാരിക്കല്. പക്ഷേ ജയിലിൽ നിന്ന് നമ്മളെ വിളിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, ആഴ്ചയിൽ ഒരു ദിവസം അല്ലെ അങ്ങനെ നമ്മൾ വിളിക്കല്ലോ. ആ വിളിക്കുന്ന സമയത്തുള്ള എൻ്റെ സംസാരവും കരച്ചിലും ഒക്കെ കേൾക്കുമ്പോൾ മനസ്സലിഞ്ഞു പോന്നി, അമ്മയല്ലേ, മനസ്സലിഞ്ഞു പോന്നി. അങ്ങനെയാണ് 2 പ്രാവശ്യവും ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞിട്ട് കാല് പിടിച്ച് കരഞ്ഞിട്ട് അവനെ ഒരുപാട് പൈസ ചിലവാക്കിയിട്ട് അവനെ ഇറക്കിക്കൊണ്ടിരുന്നു. കാരണം ജാമ്യം നിൽക്കാൻ ആരും ഉണ്ടാവില്ല. പൈസ കൊടുത്ത് ജാമ്യക്കാരെ നിർത്തിയിട്ട് അങ്ങനെയൊക്കെ
ആണ് ഇറക്കിക്കൊണ്ടുവരുന്നത്. ഇനിയില്ല, ഇനി എന്ത് വന്നാലും ഇനിയിപ്പം ഞാൻ മനസ്സ് കല്ലാക്കി വെക്കുക എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ്. അവനെ എത്ര കരഞ്ഞാലും എന്ത് പറഞ്ഞാലും എത്ര നന്നായി എന്ന് പറഞ്ഞാലും ഇനി എന്താണോ തീരുമാനിക്കുന്നത്, എന്താണോ അവൻ്റെ വിധി, അത് കഴിഞ്ഞിട്ട് ഓനെ എങ്ങനെയാണോ ഇറങ്ങുന്നത് അങ്ങനെ ഇറങ്ങിക്കോട്ടെ. ഈ ഞാനായിട്ട് ഓനെ ഇറക്കിക്കൊണ്ടുവരില്ല, ഞങ്ങളായിട്ട് ഓനെ ഇറക്കിക്കൊണ്ടുവരില്ല എന്നുള്ള തീരുമാനത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അതായത് തെറ്റിദ്ധരുത്താതെ മകനെ രണ്ടാമത്തെ പ്രാവശ്യം കേസിലകത്തായ ടൈമിൽ ഞാൻ അതെ അങ്ങനെ തന്നെയാണ് ഞാൻ തീരുമാനിച്ചത്. പറഞ്ഞോളൂ, നേരത്തെ പറയാൻ വന്ന എന്താണ്? അതല്ല, ഈ പോക്സോ കേസിലകത്തായിട്ട് 9 മാസം കിടന്നു പറഞ്ഞില്ലേ, അതിനുശേഷം ഞാൻ ഇറക്കി കൊണ്ടുവന്നത് ഏറ്റവും വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഓക്കെ, മിനി, ഈ രാഹുലിന്റെ സുഹൃത്തുക്കളായിരുന്ന ഒരുപാട് പേര് ലഹരിക്ക് അടിമപ്പെടുകയും ചിലർ ആത്മഹത്യ ചെയ്യുകയും കുറ്റകൃത്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശരിയാണോ? അതെ, ശരിയാണ്. അപ്പൊ അത്രയും മോശം ഒരു ഗാങ്ങിലാണ് പെട്ടത് രാഹുൽ. അതെ, അവന് ഈ നാട്ടിൽ ഞങ്ങളെ ഈ നാട്ടിലുള്ള ആരുമായിട്ട് അവന് ഒരു ബന്ധമില്ല, ഒരു ഫ്രണ്ട്ഷിപ്പും ഇല്ല. ചെറിയ കുട്ടിയാകുമ്പോഴേ അങ്ങനെയാണ്. നമ്മളിപ്പോൾ ഇവിടെ ഈ ഭാഗത്തുള്ള ഓനെ പോലുള്ള കുട്ടികളുടെ കൂടെ അവനെ കളിക്കാൻ വിട്ടാൽ പോലും നമ്മളിങ്ങോട്ട് പോകുന്നു, തിരിച്ചിങ്ങോട്ട് പോകുന്നത് കുറച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ അവനെ കാണൂല, അവനെ വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു സ്വഭാവമാണ് ചെറുതിലേ ഉള്ളത്. ഇപ്പോൾ നാട്ടിലുള്ള കുട്ടികളായിട്ട് യാതൊരുവിധ ഫ്രണ്ട്ഷിപ്പും അവനില്ല, ആരുമായിട്ടും ഒരു കുട്ടിയായിട്ടും ഒക്കെ ദൂരോട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എലത്തൂരാണുള്ളത്. ഈ വെങ്ങളം, പിന്നെ കാട്ടിലെ പീടിയ, വെങ്ങളം, പിന്നെ അതുപോലെ പുതിയങ്ങാടി, അങ്ങനെയുള്ള ദൂരോട്ടുള്ള കുട്ടികൾ വെച്ചാൽ വലിയ കുട്ടികളായിട്ടാണ് ഓനേക്കാൾ വലിയ കുട്ടികളായിട്ടാണ് ഓൻ്റെ കമ്പനി മൊത്തം. 10 വർഷത്തിലധികം മിനി സഹിച്ചു. പലപ്പോഴും മകനെ തിരുത്താൻ ശ്രമിച്ചു, പോലീസിൽ പോകുമ്പോഴും ഇറക്കാനൊക്കെ ശ്രമിച്ചു. ഇപ്പോൾ സ്വന്തം ജീവൻ പോലും ഭീഷണിയിലായപ്പോഴാണ് മകൻ ഒരു പൂർണ്ണ ക്രിമിനലായി മാറുന്നു എന്ന് കണ്ടപ്പോഴാണ് പോലീസിൽ പിടിച്ചേൽപ്പിച്ചത്. ഞാൻ ചോദിക്കുന്നത് കൊണ്ട് വിഷമം തോന്നരുത്, കുറച്ചുകൂടി നേരത്തെ ശരിക്കും പറഞ്ഞാൽ അവനെ നിയമത്തിന് വിട്ടുകൊടുക്കണമായിരുന്നു എന്ന് ഇപ്പൊ മനസ്സ് പറയുന്നുണ്ടോ? നിയമത്തിന് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ സാറേ, ഈ പോക്സോ കേസ് എന്ന് പറയുന്ന കേസ് ഓൻ വേറൊരു പെൺകുട്ടീനെ പീഡിപ്പിച്ചത് അങ്ങനെയൊന്നുമല്ല. ഞങ്ങളെ വീട്ടിൽ തന്നെയുള്ള കുട്ടീനെ ഓൻ ലൈംഗികമായി പീഡിപ്പിച്ചതും അല്ല. പിന്നെ എന്നോട് ഭയങ്കര അടങ്ങാത്ത ദേഷ്യം. കാരണം ഞാനാണ് ഇത് ചോദ്യം ചെയ്യുക. അവൻ്റെ അടുത്ത് എന്ത് തെറ്റ് കണ്ടാലും ഞാൻ ചോദ്യം ചെയ്യുന്നത് കൊണ്ടോ ഞാനത് കണ്ടുപിടിക്കുന്നതുകൊണ്ടോ അവൻ പൈസ ചോദിച്ചിട്ട് കൊടുക്കാത്തത് കൊണ്ടോ എന്നോടാണ് അവന് പക മുഴുവൻ. എന്നോട് അതിന് ഏറ്റവും കൂടുതൽ, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹം എന്നോട്, അമ്മേനെ ഇനി ഏറ്റവും ഇഷ്ടം. അതുപോലെ തന്നെ ഈ സാധനം ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ഓനെ ചോദ്യം ചെയ്യുന്ന, ഓനെ തിരുത്താൻ ശ്രമിക്കുന്ന എന്നോടായി ഏറ്റവും വലിയ പക, ദേഷ്യം. അപ്പൊ ആ ദേഷ്യത്തിന് ഞങ്ങളെ വീട്ടിലുള്ള ഓന്റെ സഹോദരീന്റെ കുട്ടീനെ തന്നെയാണ് ഓനെ പീഡിപ്പിക്കല്ല, ഓൻ കടിക്കുകയാണ് ചെയ്തത്. പക്ഷെ അത് കൊടുത്തപ്പോൾ പോക്സോ കേസായി മാറി. അങ്ങനെയാണ് ഉണ്ടായത്. അല്ലാതെ പുറത്തൊരാളെ, ഒരു പെൺകുട്ടി നിന്ന് ഓനെ ഉപദ്രവിക്കുകയോ ഒന്നും ആ കേസിൽ സ്നേഹം ഉണ്ടായിട്ടും പൈസ കിട്ടാത്തതുകൊണ്ടാണെന്നൊക്കെ കരുതി നമ്മള് മക്കളല്ലേ, നമ്മൾ വിട്ടുവീഴ്ച ചെയ്യും. ഞാൻ ആ അർത്ഥത്തിൽ ചോദിച്ചാണ്, ഈ കേസിന്റെ മെറിറ്റിനെ കുറിച്ചല്ല പറഞ്ഞത്. അതെ, ഞാൻ പറഞ്ഞു വരുന്നത് അതാണ്. എന്നിട്ടും ഞാൻ തന്നെയാണ് ആ കേസ് കൊടുത്ത് അവനെ അകത്താക്കിയത്. അന്നും അമിതമായിട്ട് ഇങ്ങനെ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഒരു സമയമായിരുന്നു അവന്. അപ്പൊ ഞാൻ തന്നെയാണ് ഈ കേസ് ഇങ്ങനെ പോക്സോ കേസ് ആവും, അവന് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ തന്നെയാണ് അവനകത്ത് കിടക്കട്ടെ എന്നുള്ള രീതിയിൽ അവനെതിരെ കേസ് കൊടുത്തത് ഞാൻ തന്നെയാണ്. ഈ 8-9 മാസം അവൻ കിടന്നിട്ടെങ്കിലും ഇതിൽ നിന്ന് മാറട്ടെ എന്ന് അന്നേ മിനി ചിന്തിച്ചതാണ്, അതിനുള്ള ശ്രമങ്ങൾ നടത്തിയതാണ്. അതെ. പക്ഷെ ഞാനൊരു വലിയ തെറ്റ് ചെയ്തു. ഞാൻ ഈ 9 മാസം അവൻ കിടന്നു കഴിഞ്ഞപ്പോൾ ഓൻ്റെ സംസാരവും ഓൻ്റെ ആ കരച്ചിലും എല്ലാം കേട്ട് കഴിഞ്ഞ് പിന്നെ അവനവിടെ അനുഭവിക്കുന്ന പീഡനങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ മനസ്സലിവ് വന്ന് ഞങ്ങൾ തന്നെ അവനെ ഇറക്കി കൊണ്ടുവന്നു. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. ഇല്ല, അവനിപ്പോൾ അവിടെ തന്നെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രത്തോളം ആവില്ലായിരുന്നു എന്നാണ് എൻ്റെ തെറ്റാണത്. ഓക്കെ, എന്തായാലും മറ്റുള്ള അമ്മമാരെക്കൊക്കെ മിനി നൽകുന്ന ഒരു വലിയ സന്ദേശമാണ്. ഇത് കാണുന്ന ഒരുപാട് പ്രേക്ഷകരൊക്കെ ഉണ്ട് മിനി. നമുക്കറിയാം, ചെറുപ്രായത്തിലൊക്കെ കുട്ടികൾക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ ചേർത്ത് നിർത്തണം, തിരുത്തണം. പക്ഷെ ഒരു പ്രായം കഴിഞ്ഞ് അവർ നമ്മുടെ നിയന്ത്രണത്തിലല്ല എന്നും ബാഹ്യമായ ഒരു സംഘത്തിൻ്റെയോ ലഹരിയുടെയോ സ്വാധീനത്തിലാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ രാജ്യത്ത് വ്യവസ്ഥാപിതമായ നിയമത്തിനും ഡി അഡിക്ഷൻ പോലുള്ള പ്രോസസ്സിനും ഒക്കെ അവരെ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഒന്നിലധികം തവണ അത് ശ്രമിച്ചു മകനെ തിരുത്താൻ. ഏറ്റവും ഒടുവിൽ നിവൃത്തിയില്ലാതെ
ഒരു അമ്മ തന്നെ പരാതിക്കാരിയായി മകനെ പോലീസിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു ശരാശരി അമ്മമാർക്കൊക്കെ മക്കളുടെ കുറ്റകൃത്യങ്ങൾ കാണുമ്പോൾ ക്ഷമിക്കാനും അല്ലെങ്കിൽ അവൻ നാളെ ശരിയാകുമെന്ന് തോന്നി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നീട്ടിക്കൊണ്ടു പോകാറുണ്ട്. അവരോട് എന്താണ് എനിക്ക് പറയാനുള്ളത്? അങ്ങനെയൊന്നും പറയാൻ മാത്രം ഇതൊന്നും എനിക്കില്ല സാർ. ഞാൻ ഇപ്പം ഇതുവരെ പറയുന്ന എൻ്റെ അനുഭവത്തിൽ നിന്നാണ്. കാരണം നമ്മളെ കുട്ടികൾ ആണായാലും പെണ്ണായാലും ഒരു സമൂഹത്തിന് ബാധ്യതയാവുന്ന ഒരു തെറ്റ് ചെയ്യുമ്പോൾ അത് ഏറ്റവും അവസാനം അറിയുന്ന വ്യക്തി നമ്മളായിരിക്കും. നമ്മളെ നാട്ടുകാർ, അയൽവാസികൾ, കുടുംബക്കാർ, എന്തിനേറെ നമ്മളെ വീട്ടുകാർ തന്നെ അറിഞ്ഞാലും നമ്മളോട് പറയൂല. അതിന് 2-3 കാരണങ്ങളായിരിക്കും. ഒന്നാമത്, ഞാനിപ്പോൾ ഓളോട് അങ്ങനെ പറഞ്ഞാൽ ഓളെന്ത് വിചാരിക്കും, ഓളെ മോനെ പറ്റി പറഞ്ഞാലേ മോളെ പറ്റി പറഞ്ഞാലേ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. വേറൊരു കൂട്ടരെ ഓലായി ഓരോ പാടായി ഓരെന്തേ ആയിക്കോട്ടെ, നമുക്ക് നമ്മളെ മക്കളെ കാര്യം നോക്കിയാൽ പോരെ എന്ന് ചിന്തിക്കുന്ന 2 കൂട്ടർ. ഈ ഏറ്റവും കുറഞ്ഞ ആൾക്കാരുണ്ടാവും, വിരലിലെണ്ണാവുന്ന ആൾക്കാർ. എന്താ അവൾക്ക് അങ്ങനെ തന്നെ വേണം, ലേശം വമ്പത്ര വെക്കുക, അങ്ങനെ തന്നെ, അങ്ങനെ ചിന്തിക്കുന്ന ചുരുക്കം ചില ആളുകളുണ്ടാവും. ഇത് ഏത് വിധത്തിലായാലും ഏറ്റവും അവസാനമായിരിക്കും നമ്മളറിയാം നമ്മളെ കുട്ടികളെ കുറ്റം, നമ്മളെ കുട്ടികൾ ഇങ്ങനെയാണ്. അപ്പോഴേക്കും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടാവും. എനിക്കിതേ പറയാനുള്ളൂ, ഏതൊരു കുട്ടികളായാലും ഇങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുന്നതായിട്ടോ എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്യുന്നതായിട്ടോ ഈ കളവ് കേസോ എന്തെങ്കിലും ചെയ്യുന്നതായിട്ടോ നമ്മളെ ശ്രദ്ധപ്പെട്ടാൽ അത് നമ്മൾ അറിയുന്ന ഫാമിലി ആണെങ്കിൽ ഓരെ ഒന്ന് അറിയിക്കുക. എനിക്ക് അതേ പറയാനുള്ളൂ. എനിക്ക് എൻ്റെ അനുഭവമാണ് പറയുന്നത്. ഒരിക്കലും ഒരാളും ഞങ്ങളോട് പറഞ്ഞിരുന്നില്ല. ഞങ്ങളെ കുടുംബത്തിലുള്ള ആളുകൾ തന്നെ അറിഞ്ഞിട്ടും നിങ്ങളെ മോൻ ഇങ്ങനെയാണ്, നിങ്ങളെ മോൻ ഇങ്ങനത്തെ ഒരു തകരാറുണ്ട് എന്ന് ഞങ്ങളോട് ആരും പറഞ്ഞിരുന്നില്ല. പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടി മുമ്പേ അറിഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയെന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു.